ലവ് എന്ന് പറയുമ്പോൾ എന്താണ്? പക, നിരാശ. ലവ് എനിക്ക് എൻ്റെ നിർവചനം എന്ന് വെച്ചാൽ ലവ് ഇസ് പെയിൻ ഫോർ മീ എന്നുള്ളതായിരുന്നു. മനസ്സിലായോ? നമുക്ക് ഇപ്പം നമ്മളുടെ എനർജി ലെവൽ എന്ന് പറയപ്പെടും, കേട്ടിട്ടുണ്ടോ? ഫ്രീക്വൻസി, എനർജി എന്നൊക്കെ. അപ്പോൾ ഈ എനർജി ലെവലിൽ നമ്മളൊരു ഇപ്പം 0 to 1000 വരെയാണ് ഒരു ഹ്യൂമൻ ഒരു കിനസോളജി മസിൽ ടെസ്റ്റിലൂടെ ഒരു ഡോക്ടർ ഡേവിഡ് ഹോക്കിൻസിൻ്റെ ഒരു മാപ്പ് ഓഫ് കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതിൽ 0 to 1000 ഇടയിലാണ് ഒരു മനുഷ്യൻ്റെ എനർജി നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഇതിൽ ഓരോ എനർജിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. പക്ഷേ ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ 500 എനർജി ലെവലുണ്ട്. 500 ആ എനർജി എന്ന് പറഞ്ഞാൽ ലവാണ്. ആ ലവ് എനർജിയിൽ നിന്ന് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോഴാണ് ഈ ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് കാര്യങ്ങൾ വരുന്നെന്ന് പറയുന്നത്. അപ്പോൾ ലവ് നമുക്ക് നോക്കുമ്പം ഇപ്പം തന്നെ ഗോഡ് എന്ന് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് മെജോറിറ്റി ഓഫ് ആൾക്കാരുടെ മൈൻഡിൽ എന്താ വരുന്നത്? ഇപ്പം നല്ലത് ചെയ്യുന്നത്, തെറ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? എന്നെ എണ്ണയിലിട്ട് വറുത്ത് കോരുവോ, ഇല്ല എന്നെ ശിക്ഷിക്കോ? ഫിയർ ആണ് അല്ലേ? ശേഷമുള്ള ജീവിതത്തെ കുറിച്ചുള്ള ഒരു പേടി. പേടി. തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടില്ല, പ്രാർത്ഥിച്ചില്ലെങ്കിൽ നരകത്തിൽ പോവോ, ഇല്ലെങ്കിൽ ഒരാളെ എന്തെങ്കിലും അറിയാത്ത ഒരാളുടെ ഇതെടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാകുമോ, ഇല്ലെങ്കിൽ പണം എന്ന് പറഞ്ഞാൽ കൂടുതലാണോ, പണം ഉള്ളവർ ഡെവലപ്പ്, ഇങ്ങനെയൊക്കെയുള്ള കുറേ ചിന്തകളുണ്ട്. അപ്പം ഫിയർ ഇതുമായിട്ട് കണക്റ്റഡ് ആണ്. ഇതുപോലെ തന്നെ അപ്പം ലവ് എന്ന് പറയുമ്പം ഈ പറഞ്ഞ ഗ്രഡ്ജ്, പെയിന്, പക എന്ന് പറയുമ്പം ലവ് ലവ് ഇങ്ങനെ, പക്ഷെ അതിൻ്റെ ഇമോഷൻ എന്താണ്? ഒരിക്കലും ഒരു ഗുഡ് ഫീലിംഗ് അല്ല. നമുക്ക് എന്താ പറയുക, കംപ്രഷനാണ് നമ്മുടെ ഉള്ളിൽ തരുന്നത് അല്ലേ? വിഷമോ തരുന്നത്.